ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് വർദ്ധിച്ചു വരികയാണ്. അതിന്റെ ഭാഗമായി വിവിധ രാജ്യങ്ങളുമായി ഒത്തുചേർന്ന് വ്യോമാഭ്യാസം നടത്തി വരുന്നുണ്ട്. നിലവിൽ ഇന്ത്യ തായ്ലൻഡ് സംയുക്തമായി ചേർന്നുള്ള വ്യോമാഭ്യാസങ്ങളാണ് നടക്കുന്നത്. അടുത്ത 2 മാസത്തിനുള്ളിൽ ഫ്രാൻസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഗ്രീസ് എന്നിവയുൾപ്പെടെ സൗഹൃദപരമായ വിദേശ വ്യോമസേനകളുമായി 3 പ്രധാന വ്യോമാഭ്യാസങ്ങളിൽ സേന പങ്കെടുക്കും. ഫ്രാൻസുമായുള്ള എക്സസൈസ് ഗരുഡ്, റഷ്യയുമായുള്ള ഏവിയ ഇന്ദ്ര, പങ്കാളി രാജ്യങ്ങൾ ഉൾപ്പെടുന്ന മറ്റ് ബഹുരാഷ്ട്ര അഭ്യാസങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി ഉന്നതതല അഭ്യാസങ്ങളിൽ ഇന്ത്യ ഇതിനകം പങ്കെടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യൻ വ്യോമസേന റോയൽ തായ് വ്യോമസേനയുമായി സംയുക്ത ഇൻസൈറ്റ് വ്യോമാഭ്യാസം നടത്തുന്നത് 2 വ്യോമസേനകൾക്കിടയിലുള്ള പ്രവർത്തന ഏകോപനവും പരസ്പര പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കുമെന്ന് വ്യോമസേന അറിയിച്ചിട്ടുണ്ട്. വടക്കൻ മലാക്ക കടലിടുക്കിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് സമീപം നടക്കുന്ന ഈ അഭ്യാസം 2026 ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യത്തെ അന്താരാഷ്ട്ര വ്യോമാഭ്യാസമായിരിക്കും. ഓപ്പറേഷൻ സിന്ധൂറിനു ശേഷമുള്ള വർദ്ധിച്ച പ്രവർത്തന ഇടപെടലുകൾക്കിടയിലാണ് ഇത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ വ്യോമതാവളങ്ങളിൽ നിന്നും സർവീസ് നടത്തുന്ന സുഖോയ് 30 MKI വിമാനങ്ങൾ ഇന്ത്യ വിന്യസിക്കും. അതേസമയം തായ് വ്യോമതാവളങ്ങളിൽ നിന്നും അത്രയും തന്നെ ഗ്രിപ്പൻ ജെറ്റുകൾ പറക്കും. വ്യോമസേനയുടെ മിഡ് എയർ ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കറുകളും ഒരു എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം വിമാനങ്ങളും ഈ അഭ്യാസത്തിൽ ഉൾപ്പെടും. ഇത് കാര്യമായ പ്രവർത്തന സങ്കീർണത വർദ്ധിപ്പിക്കുന്നു. ഇരു വ്യോമസേനകളും തമ്മിലുള്ള പരസ്പര പ്രവർത്തനക്ഷമത, ഏകോപനം, മികച്ച പ്രവർത്തന രീതികളുടെ കൈമാറ്റം എന്നിവ വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ അഭ്യാസത്തിന്റെ പ്രാഥമിക ലക്ഷ്യമെന്ന് പ്രതിരോധ ഉദ്യോഗസ്ഥർ പറയുന്നു. വ്യോമ നീക്കങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി കടലിൽ വിന്യസിച്ചിരിക്കുന്ന നാവിക കപ്പലുകൾ ഉൾപ്പെടുന്ന സമുദ്ര തിരച്ചിൽ, രക്ഷാപ്രവർത്തനങ്ങളും സംയുക്ത അഭ്യാസത്തിൽ ഉൾപ്പെടും. തന്ത്രപരമായി സെൻസിറ്റീവായ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ നിർണായക ശേഷിയായ ദ്വീപ് പ്രദേശങ്ങളിലെ ലോജിസ്റ്റിക്സ് സഹിഷ്ണുതയും പ്രവർത്തന സുസ്ഥിരതയും പരീക്ഷിക്കുക എന്നതാണ് ഈ പ്രധാന ലക്ഷ്യം. തായ്ലൻഡിന്റെ തന്ത്രപരമായ പ്രാധാന്യം വിദേശകാര്യ മന്ത്രാലയം എടുത്തു കാണിച്ചു. ഇരു രാജ്യങ്ങളും സമുദ്രാതിർത്തികൾ പങ്കിടുന്നുവെന്നും തായ്ലാന്റിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം തെക്കുകിഴക്കൻ ഏഷ്യയിൽ അതിനെ ഒരു പ്രധാന കളിക്കാരനാക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുടെ കിഴക്ക് നോക്കുക നയത്തിന്റെ കീഴിൽ ഇന്ത്യയും തായ്ലാന്റും തമ്മിലുള്ള പ്രതിരോധ സഹകരണം ക്രമാനുഗതമായി വികസിച്ചു. പിന്നീട് ആക്ട് ഈസ്റ്റ് നയമായി അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു. 2003 രൂപീകരിച്ച സുരക്ഷാ സഹകരണത്തെക്കുറിച്ചുള്ള ഒരു സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് സൈനിക സഹകരണം ഒരു മുൻഗണനാ മേഖലയായി തിരിച്ചറിഞ്ഞു. 2012 ജനുവരിയിൽ പ്രതിരോധ സഹകരണത്തെക്കുറിച്ചുള്ള ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതോടെ ഈ പങ്കാളിത്തം കൂടുതൽ സ്ഥാപനവൽക്കരിക്കപ്പെട്ടു. പതിവ് സംയുക്ത അഭ്യാസങ്ങൾ, അന്താരാഷ്ട്ര സമുദ്ര അതിർത്തികൾക്ക് സമീപം ഏകോപിപ്പിച്ച സമുദ്ര പട്രോളിംഗ്, ഭീകരതയ്ക്കെതിരായും കടൽക്കൊള്ള വിരുദ്ധമായ പ്രവർത്തനങ്ങൾ, പരിശീലന കൈമാറ്റങ്ങൾ, ഉന്നതതല പ്രതിരോധ സന്ദർശനങ്ങൾ എന്നിവയ്ക്കായി ഈ കരാർ വ്യവസ്ഥ ചെയ്യുന്നു. വരാനിരിക്കുന്ന വ്യോമാഭ്യാസത്തോടെ വളർന്നുവരുന്ന തന്ത്രപരമായ പ്രാധാന്യമുള്ള മേഖലയിൽ ഇരു രാജ്യങ്ങളും പ്രവർത്തന ഏകോപനം കൂടുതൽ ആഴത്തിലാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.